ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിനിസ് ലേൺ വേൾഡ്. നമുക്ക് നോക്കാൻ പോകുന്നത് ഗ്രാമർ ബേസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിലുള്ള ഡെയിലി യൂസ് സെൻറ്റൻസുകളാണ്. നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ നോർമലായിട്ട് പറയേണ്ടി വരുന്നവയാണ് ഇവയൊക്കെ തന്നെ. ഗ്രാമർ തന്നെയാവുമ്പോൾ കുറച്ചൊക്കെ ബോറടി തോന്നാറില്ലേ? അപ്പോൾ ഒരു ചേഞ്ച് വേണം. നമ്മളൊക്കെ മന്ത്ലി പല തരത്തിലുള്ള ബില്ലുകൾ അടക്കാറുണ്ടല്ലേ? വി പേ വേരിയസ് ടൈപ്സ് ഓഫ് ബിൽസ് മന്ത്ലി, ഇസ്ന്റ് ഇറ്റ്? കറണ്ട് ബില്ല്, വാട്ടർ ബിൽ, എക്സെട്ര ലൈക്ക്. ചിലപ്പോൾ നാം ബിൽ അടയ്ക്കേണ്ട ഡേറ്റും മറക്കാറുണ്ട്. സംടൈംസ് വി ഫർഗെറ്റ് ദ ബിൽ ഡേറ്റ് ഓൾസോ. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയേണ്ടി വരുന്ന ചില സെൻറ്റൻസുകളുണ്ട്. ദെൻ യു മേ ഹാവ് ടു സേ സം സെൻറ്റൻസ് ലൈക്ക് ദിസ്. എന്തൊക്കെയാണവ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ വിച്ച് ആർ ദോസ്. ഞാൻ കറണ്ട് ബിൽ അടക്കാൻ മറന്നുപോയി. ഐ ഫോർഗോട്ട് ടു പേ ദ കറണ്ട് ബിൽ. ഫോർഗോട്ട് പാസ്റ്റ് ഫോമാണ്. സംഭവം കഴിഞ്ഞിരിക്കുന്നു. ഫോർഗെറ്റ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ഫോം. ഇനി കറണ്ട് ബില്ലാവട്ടെ, ഏത് ബില്ലോ ആവട്ടെ, ഞാൻ മറന്നുപോയി. ഐ ഫോർഗെറ്റ് ടു പേ. അതിൻ്റെ അവധി കഴിഞ്ഞു കുറച്ച് നാളായി. ഇറ്റ്സ് ലോങ് ഓവർ ഡ്യൂ. ഓവർ ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി കഴിഞ്ഞു. ലോങ് ഓവർ ഡ്യൂ എന്ന് പറഞ്ഞാൽ അവധി കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. അപ്പം ഞാൻ പറയാണ്, അതിനി ഫൈനും അടയ്ക്കേണ്ടി വരും അല്ലേ? ഏതെങ്കിലും ഒന്ന് കാര്യത്തിൻ്റെ അവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻ അടയ്ക്കണം. അപ്പോൾ അതിനി ഫൈനും അടയ്ക്കേണ്ടി വരും. ഇറ്റ് വിൽ ഹാവ് ടു പേ ഫൈൻ ഓൾസോ. ഫൈൻ ഓൾസോ എന്ന് പറയുമ്പോൾ ഫൈനും കൂടി, അതും കൂടി എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഗ്രാമർ പറയേണ്ടതാണ്. അതായത് വിൽ ഹാവ് ടു പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കേണ്ടി വരും എന്നാണ്. ഇവിടെ വിൽ എന്നത് ഒരു ഫ്യൂച്ചർ ഫോമാണ് അല്ലേ? നമുക്കറിയാം. അതിൻ്റെ കൂടെ നാം ഹാവ് ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവ് ടു എന്ന് വരുമ്പോൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അതായത് പേ, അടയ്ക്കുക എന്നതാണ് അതിൻ്റെ ഫസ്റ്റ് ഫോം, അതായത് പ്രസൻറ്റ് ഫോം. അതായത് ഹാവ് ടുവിൻ്റെ കൂടെ നാം വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. വില്ലിൻ്റെ കൂടെ നമ്മൾ പ്ലൂറൽ സിംഗുലർ വ്യത്യാസമില്ലാതെ തന്നെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? സോ ഇറ്റിന് പകരം നമുക്ക് ഐ ഉപയോഗിച്ചാൽ, ഐ പ്ലൂറലാണ്, അപ്പോൾ ഐ ഉപയോഗിച്ചാൽ ഐ വിൽ ഹാവ് ടു പേ എന്ന് പറയാം. ഐ വിൽ ഹാവ് ടു പേ എന്ന് വെച്ചാൽ ഞാൻ അടയ്ക്കേണ്ടി വരും എന്നാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വിൽ ഹാവ് എന്നത് നമുക്ക് ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഫോമിലുള്ള ഒരു ഫോമാണ്. വിൽ ഹാവിനോട് നാം യൂസ് ചെയ്യേണ്ടത് എന്താണ്? വേർബിൻ്റെ തേർഡ് ഫോമാണ്. വിൽ ഹാവ് ടു ഉപയോഗിക്കാതെ വിൽ ഹാവ് എന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫോമിൻ്റെ കൂടെ നാം യൂസ് ചെയ്യേണ്ടത് വേർബിൻ്റെ തേർഡ് ഫോമാണ്. അതായത് പേ, അടയ്ക്കുക, പ്രസൻറ്റ് ഫോം. പെയ്ഡ്, അടച്ചു, V2 ഫോം. പാസ്റ്റ് ഫോം പെയ്ഡു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും പെയ്ഡ് എന്ന് തന്നെയാണ്. അപ്പോൾ തേർഡ് ഫോം പെയ്ഡാണ്, അടച്ചു. അപ്പോൾ ഐ വിൽ ഹാവ് പെയ്ഡ് എന്നാണ് ആ ഒരു ഫോമിൽ നാം പറയുക. ഐ വിൽ ഹാവ് പെയ്ഡ് എന്നാണ് അർത്ഥം. എന്താണ് അതിൻ്റെ വരുന്നത്? ഭാവിയിൽ ഞാൻ അടച്ചിട്ടുണ്ടാവും എന്നാണ്. മുൻപേ അത് പറയുകയാണ്, ഭാവിയിൽ ഞാൻ അത് അടച്ചിട്ടുണ്ടാവും. ഇവിടെ അർത്ഥവ്യത്യാസവുമുണ്ട്, അതിൻ്റെ ഫോം ഉപയോഗിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ഐ വിൽ ഹാവ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രത്യേക ടൈമുമായി ബന്ധപ്പെടുത്തിയാണ് നാം സാധാരണ പറയാറ്. ഇപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഞാൻ അടച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഐ വിൽ ഹാവ് പെയ്ഡ് ടുമോറോ ബൈ 5 PM. ടുമോറോ ബൈ 5 PM എന്ന് പറയുമ്പോൾ നാളെ 5 മണിക്ക്, ബൈ 5 PM 5 മണിക്കുള്ളിൽ എന്ന് പറയുമ്പോൾ നാളെ 5 മണിക്കുള്ളിലുള്ള ഏതു സമയത്തും ആവാം. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാം ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ വേറെ ആരെങ്കിലും നാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവരവിടെ എത്തിയിട്ടുണ്ടാവും. ഈ രീതിയിലൊക്കെ പറയാനായിട്ടാണ് നമ്മൾ ഈ ഫോം യൂസ് ചെയ്യുന്നത്. നാളെ തന്നെ ആവണമെന്നൊന്നുമില്ല, അത് ഏത് സമയത്തുമാവാം, ഭാവിയിലുള്ള ഏത് സമയത്താവാം, അടുത്ത മാസമാവാം, വർഷമാവാം, ഒക്കെ ആവാം. അതായത് ഫ്യൂച്ചറിൽ റിയലായും സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ മുൻകൂട്ടി പറയുന്നു. അത്തരമൊരാവശ്യത്തിനായിട്ടാണ് നാം ഈ ഒരു ഫോം യൂസ് ചെയ്യുന്നത്. അതേസമയം വിൽ ഹാവ് ടു എന്ന ഫോം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെ എപ്പോൾ എന്ന ഒരു സമയത്തിനവിടെ പ്രാധാന്യമില്ല. എപ്പോൾ വേണമെങ്കിലും
ആവാം, അടയ്ക്കേണ്ടി വരും എന്നുള്ള ഒരു റിയൽ സാധ്യത മാത്രമാണ് അവിടെ പറയുന്നത്. വിൽ ഹാവിനോട് ടു ചേരുന്നത് കൊണ്ട് തന്നെ അവിടെ തേർഡ് ഫോം യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോമുകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി പറഞ്ഞു വന്ന സെൻറ്റൻസുകളിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞു വന്നത് അതിന് ഫൈനും അടയ്ക്കേണ്ടി വരുമെന്നാണ്. ഇറ്റ് വിൽ ഹാവ് ടു പേ ഫൈൻ ഓൾസോ. അപ്പോൾ പിന്നെ പറയാണ്, ഇതെനിക്ക് അധിക ചിലവുണ്ടാക്കും. ഞാൻ പറയണേ, ഇതെനിക്ക് അധിക ചിലവ് ഉണ്ടാക്കും. ഇതെങ്ങനെ പറയാം? ഇറ്റ് മേക്സ് മീ ഓവർ എക്സ്പെൻസ്. ഇറ്റ് മേക്സ് മീ ഓവർ എക്സ്പെൻസ്. മേക്സ് മീ എന്ന് പറയുമ്പോൾ എനിക്ക് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. മേക്സ് മീ ഓവർ എക്സ്പെൻസ്. ഓവർ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അധിക ചിലവ്, എക്സ്പെൻസ് ചിലവ്. അപ്പോൾ പിന്നെ പറയാണ് ഞാൻ, ഈ ചിലവാര് വഹിക്കും? ആരാണ് ഈ ചിലവ് വഹിക്കുക? ഹു വിൽ ബിയർ ദി എക്സ്പെൻസ്? ഹു വിൽ ബിയർ ദി എക്സ്പെൻസ്? ബിയർ മീൻസ് വഹിക്കുക. ഇവിടെയും ഫ്യൂച്ചറിലത്തെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ വിൽ ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇത്തരമൊരു സന്ദർഭത്തിൽ പറയാൻ സാധ്യതയില്ലേ? ഇസ്ന്റ് ഇറ്റ് പോസിബിൾ ടു സേ യു ലൈക്ക് ദിസ് ഓൺ ദാറ്റ് സിറ്റുവേഷൻ? അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ളവരെ ഇങ്ങനെയും കുറ്റപ്പെടുത്തിയേക്കാം. ദെൻ യു മേ ബ്ലെയിം ടു അതർ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ. നിനക്ക് തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാമായിരുന്നു, എനിക്ക് ഓർക്കാൻ പറ്റിയില്ല, അപ്പോൾ ഓർത്തിട്ട് അതെന്നോടൊന്നും പറയാമായിരുന്നു. യു കുഡ് ഹാവ് റിമൈൻഡഡ് ഇറ്റ് ടു മീ. യു കുഡ് ഹാവ് റിമൈൻഡഡ് ഇറ്റ് ടു മീ. റിമൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡ്, ഓർമ്മിപ്പിക്കുക. ഒരു കാര്യം മറ്റൊരാളെ നമ്മൾ ഓർമ്മിപ്പിക്കുക. ഇറ്റ് ടു മീ, എന്നോട്. ടു മീ, എന്നോട്. ഇവിടെ കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് എന്താണ്? കുഡ് ഹാവ് എന്നത് ഒരു കുറ്റപ്പെടുത്തൽ പോലെ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നതാണ്. അതായത് ഒരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലാണിത്. നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നൊരു കാര്യം ചെയ്തില്ല. അപ്പോൾ കഴിഞ്ഞു പോയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡിഡിൻ ഡു ദാറ്റ്, ആ ഒരർത്ഥത്തിലാണ് നാം കുഡ് ഹാവ് ഉപയോഗിച്ച് പറയുന്നത്. ഞാനിൻ്റെ പാസ്റ്റ് ആണല്ലോ കുഡ്, അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ പറയാണ്, ഇനി അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അതവിടെ വിട്ടേക്ക്. ഞാൻ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, ഞാൻ വിട്ടേക്ക്. ദെൻ ദർ ഇസ് നോ യൂസ് ടു സേ ഇറ്റ്. നോ യൂസ് ടു സേ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല, ഗുണമില്ല. ലീവ് ഇറ്റ്. ലീവ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടേക്ക്, ലീവ് ഇറ്റ്. പിന്നെ പറയാണ്, ഇത് അടയ്ക്കേണ്ടത് ഇനി നീട്ടിവെക്കേണ്ടതില്ല, ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു പുട്ട് ഓഫ് പേയിങ് എനി ലോങ്ങർ. ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു പുട്ട് ഓഫ് പേയിങ് എനി ലോങ്ങർ. ഡസൻറ്റ് ഹാവ് ടു പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടിവെക്കേണ്ടതില്ല. പുട്ട് ഓഫ് നീട്ടിവെക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക. പേയിങ് അടക്കുന്നത്. എനി ലോങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു സമയത്തേക്ക്, കൂടുതൽ കാലത്തേക്ക് എന്നാണെങ്കിൽ മച്ച് ലോങ്ങർ എന്ന് പറയാം. നമുക്കിത് എത്രയും പെട്ടെന്ന് അടയ്ക്കാം എന്ന് പറയാണ്. നമുക്കിത് എത്രയും പെട്ടെന്ന് അടക്കാം എന്ന് പറയാണ്. ലെറ്റ്സ് പേ ഇറ്റ് വെരി സൂൺ. ലെറ്റ്സ് പേ ഇറ്റ് വെരി സൂൺ. ലെറ്റ്സ് പേ എന്ന് പറഞ്ഞാൽ നമുക്കടക്കാം. ലെറ്റ്സ് നമുക്ക്, പേ അടക്കാം. ലെറ്റ്സ് പേ നമുക്കടക്കാം. ഇറ്റ് വെരി സൂൺ. വെരി സൂൺ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്, വെരി സൂൺ. അപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ അല്പം മോശമാണ്. ഇക്കണോമിക്കലി ബാഡ് സിറ്റുവേഷൻ. അപ്പോൾ പറയാണ്, സാമ്പത്തികമായി ഞാനിപ്പോൾ അല്പം ബുദ്ധിമുട്ടിലാണ്. ഇക്കണോമിക്കലി നൗ ഐ ആം ഇൻ ട്രബിൾ എ ബിറ്റ്. ഇക്കണോമിക്കലി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി. നൗ ഇപ്പോൾ ഐ ആം ഇൻ ട്രബിൾ. എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിലാണ്. എ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം, കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്നർത്ഥം. ഐ ആം ഇൻ ട്രബിൾ എ ബിറ്റ്. എന്നാലും നമുക്ക് കാശടക്കണമല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും അടക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഇത് അടക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ, എന്നാലും ഞാൻ അടക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് പറയാണ്. എങ്ങനെയാണ് പറയുന്നത്? ഹവർ ലെറ്റ് മീ എ ലുക്ക് വാട്ട് ക്യാൻ ഐ പേ. ഹവർ ലെറ്റ് മീ എ ലുക്ക് വാട്ട് ക്യാൻ ഐ പേ. ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഹവറിന് 4-5 തരം മീനിങ് ഉണ്ട്. എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ എങ്ങനെയായാലും, എന്നാലും, എങ്കിലും, എന്നിരുന്നാലും, ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് ഹവർ യൂസ് ചെയ്യാം. അത് സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഹവർ ലെറ്റ് മീ എ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് മീ എ ലുക്ക്, ഞാനൊന്ന് നോക്കട്ടെ എന്നാണ് അർത്ഥം. ലെറ്റ് മീ എ ലുക്ക് വാട്ട്, എന്താണ് നോക്കേണ്ടത്? ക്യാൻ ഐ പേ. ക്യാൻ ഐ പേ എന്ന് പറയുമ്പോൾ അടക്കാൻ കഴിയുമോ എന്ന്, ക്യാൻ ഐ പേ. എന്നാൽ ക്യാൻ ഐ പേ ഉപയോഗിച്ച് നമ്മൾ ഒരാൾക്കൊരു ഓഫർ കൊടുക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് അവിടെ മീനിങ് എടുക്കേണ്ടത്?
ഞാൻ അടക്കണോ എന്ന് ചോദിക്കും അല്ലേ. ക്യാൻ ഐ പേ എന്ന് പറഞ്ഞാൽ ഞാൻ അടക്കണോ. ഇവിടെ ക്യാൻ ഐ പേ, അടക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ, ഞാൻ പറയുകയാണ്. അപ്പോൾ എന്താണ്, ഹവർ ലെറ്റ് മീ ലുക്ക് വാട്ട് ക്യാൻ ഐ പേ. അപ്പോൾ ഇത്രയുമാണ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളിത് വെറുതെ കേട്ടു പോകുന്നതിന് പകരം ചുരുങ്ങിയത് ഒരു 5 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കണം കേട്ടോ. യു റിപ്പീറ്റ് ദിസ് സെൻറ്റൻസ് അറ്റ് ലീസ്റ്റ് 5 times ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഹിയർ ഇറ്റ് ഔട്ട്. ജസ്റ്റ് ഹിയർ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടു പോവില്ലേ. അങ്ങനെ കേട്ടു പോകുമ്പോൾ എന്താ സംഭവിക്കുക, പിന്നെ ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല, ഒന്നും ഓർമ്മയിലുണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ കേട്ടു പോവുക. അറ്റ്ലീസ്റ്റ് 5 times എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ചുരുങ്ങിയത് ഒരു 5 തവണ എങ്കിലും, ചുരുങ്ങിയത് ഒരു 5 തവണയെങ്കിലും. ഇൻസ്റ്റെഡ് ഓഫിൻ്റെ അർത്ഥം പകരം എന്നാണ്. ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞാൽ പകരം. എന്തിനു പകരം, വെറുതെ കേട്ടു പോകുന്നതിന് പകരം ഒരു 5 തവണയെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് കേട്ട് നോക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ മനസ്സിൽ പതിയാൻ ഇത്തരത്തിലുള്ള റിപ്പീറ്റ് പ്രാക്ടീസ് സഹായിക്കും. അത് അത്യാവശ്യമാണ്. ഇറ്റ്സ് നെസസറി ടു ഫിക്സ് ദ സെൻറ്റൻസ് സ്ട്രക്ചർ ഇൻ യുവർ മൈൻഡ് തറലി. എന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചർമാരൊക്കെ നമ്മളോട് പറയാറില്ലേ, തറായിട്ട് പഠിച്ചിട്ട് വരണം എന്നൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതുറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് കിട്ടത്തക്ക വിധത്തിൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തറമാവും. ഇറ്റ് ഈസ് നെസസറി, ഇത് അത്യാവശ്യമാണ്. ടു ഫിക്സ് ദ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ മനസ്സിൽ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറുകൾ പതിയുക. ഫിക്സ് ദ സെൻറ്റൻസ് സ്ട്രക്ചർ ഇൻ യുവർ മൈൻഡ്. ഓക്കെ. അപ്പോൾ ഞാനിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനാണ്. ഞാൻ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ കൂടി പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? കാരണം ഈ രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ. മലയാളത്തിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് അപ്പോൾ തന്നെ ഇംഗ്ലീഷിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. പതിയെ നിങ്ങളുടെ ചിന്ത തന്നെ ട്രാൻസ്ലേഷൻ്റെ ആവശ്യം വരാത്ത രീതിയിൽ ഇംഗ്ലീഷിലേക്ക് മാറാൻ തുടങ്ങും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടതും. ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയണമെങ്കിൽ അത്തരമൊരു പ്രാക്ടീസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്തും നന്നായി പഠിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം, അതിന് നല്ലൊരു താല്പര്യം കൂടി അതിനുണ്ടാവണം. ഓക്കെ, ഡു ഇറ്റ് ഗുഡ് ജോബ് വിത്ത് ഇൻട്രസ്റ്റിംഗ്ലി. നെക്സ്റ്റ് ടൈം we can meet with another topic. Bye.